അസ്സലാമലൈക്കും. അപ്പം നമ്മൾ അഞ്ചാമത്തെ പെർക്കലുണ്ട്. ഈ അഞ്ചാമത്തെ പെർക്കൽ പറഞ്ഞാൽ നമ്മൾ പുട്ടുകൊണ്ടാണ് പെറുക്കാൻ പോണത്. അഞ്ചാമത്തെ പെർക്കൽ. അപ്പം ഉമ്മ തേങ്ങ ചേർക്കുന്നുണ്ട്, ഇവിടെ കടലക്കറി വിസരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ശിഷ്യങ്ങൾ നമ്മളൊക്കെ അപ്പോൾ കാണിച്ചിട്ടോ. നമ്മൾ പുട്ടൊക്കെ എടുക്കുന്നത് വിളയാത്ത തേങ്ങ ഇട്ടോ. ഉമ്മ വിളയാത്ത തേങ്ങ നല്ല രസമുണ്ടാകും പുട്ടൊക്കെ. പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായി കാണുന്നത് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, പിന്നെ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോ പോരാം. അപ്പോൾ നമുക്കൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. തേങ്ങ വറുത്തത്, തേങ്ങ കടലക്കറിക്ക് തേങ്ങ വറക്കണം, നല്ല ടേസ്റ്റാണ്. ഇന്നിപ്പോൾ ഞാൻ നോമ്പ് വറക്കുമ്പോൾ ഒരു കുറ്റി പൊട്ടൊക്കെ തോന്നുന്നു വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പെറുക്കുന്ന നേരത്തില്ല, പോകില്ല. അപ്പം നല്ല വിശപ്പണൊക്കെ എന്നും നോമ്പയാണ്. പെറുക്കാൻ നന്നായിട്ട് തോന്നുന്ന വിചാരിച്ചു, പക്ഷെ നടക്കൂല. ഒരു ഗ്ലാസ് വെള്ളം ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മളെ വേറെ ഫുള്ളാവും. ഇതാണ് നമ്മളെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മഞ്ഞപ്പൊടി ലൈറ്റായിട്ടിട്ടുള്ളൂ, ലൈറ്റ് മഞ്ഞപ്പൊടി. ഇത് നമ്മളെ മൂത്താക്കാനെ പഴമ്പരിക്കുള്ള മാവ് ഇട്ടാ. അതിലിപ്പോൾ എന്തൊക്കെ ഇട്ട് ചെയ്യും പറഞ്ഞെടുക്ക്. അതിപ്പോൾ മൈദപ്പൊടി, തൈര്, പഞ്ചസാര, ലേശം സോഡ അല്ലേ. ഇത് കുഴക്കണോടത്താണല്ലേ, നമ്മൾ കുഴച്ചെല്ലാവൂലേ, പച്ചവെള്ളമല്ലേ? ചായവെള്ളമൊന്നുമല്ലേ, പച്ചവെള്ളം കുഴക്കണ. നല്ല രസം. പഴമ്പരിൻ്റെ മാവ് എന്താ ആയി നോക്കാൻ വേണ്ടി പോയതാ. തേങ്ങ ചെറുതായിട്ട് അടി പിടിച്ച് അപ്പം അത് കറിയുള്ള രസം ഉണ്ടാവില്ല. തന്നെയല്ലേ, അതിനുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ അടിച്ച് ലെവലാ കേട്ടാ. അടി ഇങ്ങനെ അടിക്കണം അല്ലേ. അങ്ങനെ കടലക്കറി ബന്ധിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒന്നും കൂടി വേണമെന്നൊക്കെ പറഞ്ഞത്, അത്ര എന്താ മതി. തേങ്ങ വറുത്തല്ലേ ഇങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്ത് ചെറിയ സംഭവം മറന്നുപോയി, കൊക്കവടക്ക് മാവ് ഇട്ടാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ കൊക്കവടൻ്റെ മാവ് ഇട്ടാ. പിന്നെ പുറത്ത് ഇവിടെ ഉമ്മ പഴം വെച്ചാൽ വേണ്ടി ചട്ടി എടുപ്പിച്ചത്, പഴം കട്ട് ചെയ്തിരിക്കണേ ചട്ടി ഇതാ അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ പഴംപൊരി ഉണ്ട്, കൊക്കവട ഉണ്ട്. അപ്പോൾ എപ്പോൾ വീടെടുക്കണം ഉമ്മ ചെറുതായിട്ട് തെറ്റുട്ടാ. ഇപ്പോൾ ആ തെറ്റിൽ ഇപ്പോഴും തെറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ കൊക്കവടക്ക് മാവ് ഇട്ടാൻ മറിഞ്ഞേനെ, അത് കാരണം ഇപ്പോൾ ചെറുതായിട്ട് തെറ്റിക്കണം. ഇത് കുറച്ച് നന്നാവും. പിന്നെ നമ്മളെ ഈ കുടിക്കില്ല, നമുക്ക് ഈത്തപ്പഴ ജ്യൂസാണ്. അപ്പം നമ്മൾ ചെറുതായിട്ട് പീങ്ങാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞോ, വേറെ ഇതൊക്കെ ഒന്ന് പറഞ്ഞോ. എന്നാൽ പഴം വെച്ചല്ലേ, ഇതൊക്കെ അനക്ക് മാത്രം എടുക്കാൻ വേണ്ടിയുള്ളൂ, ഞാനും കൂടി എടുക്കണോ? അല്ല എന്നാലും നീ എന്നെ വെറുതെ ഇറങ്ങാറാക്കും. ഞാൻ ഇപ്പം രാവിലെ പണിക്കോയിട്ട് ഇപ്പം അത്രയേ ഉള്ളൂ. തോട്ടം കൊത്തിയാ. ഓ ബിസ്മി കയ്യിലിടുന്നല്ലേ. എൻ്റെ പഴംപൊരി ഒരു സംഭവം കേട്ടോ. അല്ലാതെ ഞാൻ പഠിപ്പിക്കുന്നല്ലേ. പിന്നെ പിന്നെ അടിയിൽ അരിപ്പൊടി ഉണ്ടോ? അപ്പം അമ്മൂൻ്റെ അരിപ്പൊടി ഉണ്ടല്ലോ, അമ്മൂൻ്റെ പഴംപൊരിയിൽ അരിപ്പൊടി ഉള്ളത്. അപ്പം നമ്മളെ പഴംപൊരി ഇതുപോലെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നുകൂടി മറിച്ചിടുക. അത് മറിച്ച് കഴിഞ്ഞ് മറിച്ചിരിക്കണം, ഓൾറെഡി മറിച്ചിരിക്കണേ. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. ഇതുപോലെ ബ്രൗൺ കളർ രണ്ട് ഭാഗമാവും. എന്നിട്ടാണ് നമുക്ക് കോരേണ്ടത് അല്ലേ. കോരണമെന്നില്ല, അതിനിട്ടും കുഴപ്പമില്ല കേട്ടാ. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ. ഉമ്മ നല്ല കണ്ണിങ്ങിനാണ് കളിക്കണം കേട്ടാ. ഒരു ചട്ടിയിൽ പഴംപൊരി, ഒരടുപ്പത്ത് കുട്ടപ്പിറ്റി ഇളക്കി. എന്താ സ്പീഡ്. ഇതൊക്കെ എല്ലാം കഴിഞ്ഞാൽ നമ്മളെ കൊക്കവട എടുത്തവിടെ ഇതും പൊരിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളെ പണിയൊക്കെ ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട്.
മീൻ പൊരിച്ചതായി, പൊരിക്കടിയായി. ഇനി നമുക്ക് എന്താണ് ജ്യൂസുമായിട്ട് ഈത്തപ്പഴ ജ്യൂസാണ്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ലൈനിങ്ങൾക്ക് വെക്കണം. അപ്പം നമുക്ക് കയ്യിലെക്കുട്ടികളാണോ കുത്തം കയ്യിലെക്കുട്ടികളോ. അപ്പം നമ്മൾ അന്ന് 5ാമത്തെ നോമ്പ് തുറക്കാൻ പോകട്ടോ. അപ്പോൾ സാധനങ്ങൾ നമ്മൾ ഡയറിന് സെറ്റ് ചെയ്യാൻ പോണേ.